ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ആധുനിക കാലഘട്ടത്തിൽ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് ഉചിതമാണ് എന്ന് തോന്നുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ ഖാലൂ, അവർ പറയും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് നാവ് കൊണ്ട് പറയേണ്ടതാണ്. ഒരു സ്റ്റിക്കർ അയച്ചത് കൊണ്ട് ഇത് സംഭവിക്കൂല. ഒരു മരണവാർത്ത നമ്മൾ കേട്ടു വാട്സപ്പിലൂടെ, ഒരു മരണവാർത്ത. ഈ മരണവാർത്ത കേൾക്കുമ്പോൾ നമുക്ക് കോപ്പി പേസ്റ്റ് അടിക്കാൻ പറ്റും. അവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സ് ഉണ്ടാകും, അറബിയിലും മലയാളത്തിലുമൊക്കെ ഉള്ളത്. പലരും ഇത് അയക്കുകയാണ്. ഒരു മുസീബത്ത് കേട്ടാൽ നാം പറയുന്നത് വേറൊരാളെ അറിയിക്കണം എന്നത് പ്രത്യേകിച്ച് സുന്നത്തില്ല. ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്ർ, നമ്മൾ ചൊല്ലുന്ന ഒരു ദുആ, അത് വേറൊരാളെ കേൾപ്പിച്ച് അയാൾക്ക് അയച്ചു കൊടുക്കണം എന്ന നിബന്ധനയേ ഇല്ല. മറിച്ച് അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക് നമ്മൾ ചൊല്ലേണ്ടതാണത്, നമ്മൾ പറയേണ്ടതാണത്. അയാൾക്ക് അയച്ചു കൊടുക്കാനുള്ളതല്ല അത്. വേറൊരു വ്യക്തിക്ക് അയച്ചു കൊടുക്കാനല്ല ഈ ദിക്ർ ദുആ, നമ്മൾ ചൊല്ലേണ്ടതാണിത്. ഉദാഹരണത്തിന് നമുക്കൊരു കടം ഉണ്ട്, നമുക്കൊരു കടബാധ്യത ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റിക്കർ വേറൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക് വ അഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക് എന്ന് പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കല്ലേ വേണ്ടത്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അതൊരു ടൈപ്പ് ചെയ്ത് വേറൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ? അയാളോടാണോ നമ്മുടെ ദുആ? റബ്ബിനോടല്ലേ. അപ്പോൾ ഇതിൻ്റെ അസ്ല് ആദ്യം പഠിക്കണം, പിന്നെ അയക്കാൻ പറ്റുമല്ലേ അത് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ക്ഷമിക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇബാദത്ത് നമ്മൾ ചെയ്യണം. നാവ് കൊണ്ട് പറഞ്ഞാലേ അത് ദിക്റായും ദുആയും പരിഗണിക്കപ്പെടുള്ളൂ. നാവ് കൊണ്ട് ഉച്ചരിക്കാതെ കേവലം ടൈപ്പ് ചെയ്താലോ അയച്ചാലോ അത് ദിക്റായി ദുആ ആയി പരിഗണിക്കപ്പെടുകയില്ല. അതേപോലെ തന്നെ ഇത് ഒരു മരണ വാർത്ത അതല്ലെങ്കിൽ ഒരു മുസീബത്തിന്റെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അയാൾ തിരിച്ചിങ്ങനെ ഒരു സ്റ്റിക്കർ ഇട്ടിട്ടില്ലെങ്കിൽ അതിലൊരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. കാരണം തിരിച്ചൊരു സ്റ്റിക്കർ അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മളൊരു ഇൻഫർമേഷൻ കൈമാറുന്നു. ആ വ്യക്തി ദുആ ചെയ്യട്ടെ, അത്രയേ നമ്മൾ ലക്ഷ്യമാക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ആ വ്യക്തി അത് ദുആ ചെയ്തിട്ടുണ്ടാകാം. അത് പറഞ്ഞ എന്നെയും കൂടി അറിയിച്ചാലേ ഇത് പൂർണ്ണമാകൂ എന്ന് പലരും ധരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ മറുപടിയായിട്ട് ഈ പറഞ്ഞ സ്റ്റിക്കറോ മറ്റോ കണ്ടില്ലെങ്കിൽ അസ്വസ്ഥമാവാണ്. എന്തായി മറുപടി അയച്ചില്ല, അതിൻ്റെ പേരിലൊക്കെ പിണങ്ങുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ആ വ്യക്തിക്ക് അറിയാനും പിന്നെ ആ വ്യക്തി ദുആ ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. അയാൾ തിരിച്ച് മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിൽ അതൊരു വിഷയമല്ല. നമ്മുടെ ലക്ഷ്യം അതല്ല, ആ വ്യക്തിയെ അറിയിക്കുക എന്നുള്ളതുമായിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സ്റ്റിക്കർ അയക്കുന്നതിന് കുഴപ്പമില്ല, നമ്മൾ എഴുതി അയക്കുന്നതിന് കുഴപ്പമില്ല, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പറയേണ്ടത് നമ്മൾ പറയണം. അപ്പോഴേ നമുക്ക് പ്രതിഫലം കിട്ടൂ, ഇല്ല എങ്കിൽ പ്രതിഫലം കിട്ടൂല. പിന്നെ എന്തിനാണ് സ്റ്റിക്കർ അയക്കുന്നത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ആൾക്ക് ഇദ്ദേഹം ഈ ഇൻഫർമേഷൻ കേട്ടോ, ഇദ്ദേഹം അത് വായിച്ചോ, ഞാനത് കണ്ടു എന്ന ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഈ തിരിച്ചയക്കുന്നത്. നമ്മളതിൽ ദുആ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ ഒരു ഉമ്മ മരണപ്പെട്ടു അതല്ലെങ്കിൽ നമ്മുടെ ഉപ്പ മരണപ്പെട്ടു, നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞു, ആ സുഹൃത്ത് ആ വിഷയത്തിൽ ദുആ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി അത്തരം സ്റ്റിക്കറുകൾ അയക്കാം. അതേപോലെ തന്നെ ഇങ്ങനൊരു ദിക്ർ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, അതെല്ലാവരും ചെല്ലാൻ മറക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്താനാണെങ്കിൽ ഈ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് അതിന് കുഴപ്പമില്ല. അല്ലാതെ അതൊരു ബിദ്അത്ത്, ഒരു ഹറാമ് എന്നുള്ള നിലക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ പറയണം, വെറും കോപ്പി പേസ്റ്റ് ആവരുത്. അങ്ങനെ അയച്ചത് കൊണ്ട് അത് ഇബാദത്താവൂല. നമ്മൾ പറഞ്ഞാൽ മാത്രമേ അത് ഇബാദത്താവുകയുള്ളൂ. ദിക്റുകളും ദുആകളും ഖുർആനിൻ്റെ ഖിറാഅത്തും മനസ്സുകൊണ്ട് പറഞ്ഞാൽ അതിന് കൂലിയില്ല എന്നാണ്. മനസ്സിലുള്ളതിൻ്റെതായ ഒരു കൂലി ഉണ്ടാവും, പക്ഷേ ഖിറാഅത്തിൻ്റെ കൂലി കിട്ടൂല. ഇപ്പോൾ ഒരാൾ ചുണ്ട് ചലിപ്പിക്കാതെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ മുസ്ഹഫ് ഇങ്ങനെ തുറന്നു നോക്കി ഒരാൾ മനസ്സിൽ ഓതിയാൽ ഹർഫിൻ്റെ 10 കൂലി എന്നുള്ളത് കിട്ടൂല. അത് നാവ് കൊണ്ട് ചലിക്കണം. അലിഫ് ലാം മീം അങ്ങനെ നമ്മുടെ ചുണ്ടിൽ വന്നാലേ ഹർഫിന് 10 വെച്ച് കൂലി കിട്ടും. ദിക്റുകളും അങ്ങനെ തന്നെ. ഇപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറഞ്ഞാൽ അതിന് ഇത്ര കൂലിയുണ്ട്. ഒരാൾ ചുണ്ടനക്കാതെ മനസ്സിൽ അങ്ങനെ പറഞ്ഞാലോ അതിന് ഈ പറഞ്ഞ കൂലിയില്ല. ചുണ്ടിൽ വരണം. മനസ്സിലായില്ലേ? അപ്പം ഇതേപോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നമ്മൾ ധാരാളമായി അയക്കുന്ന ഒരു സ്റ്റിക്കറാണിത്. ആ സ്റ്റിക്കർ അയക്കുമ്പോൾ നമ്മൾ കൂടി പറയണം. ഇനി അയച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ലക്ഷ്യം എന്തേ ആവാൻ പാടുള്ളൂ, നമ്മളിത് പറയുക എന്നുള്ളതാണ് ലക്ഷ്യം. അയക്കുന്നവരും വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിൽ അതൊരു വലിയ വിഷയമല്ല, നമ്മളത് അവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ നിലക്കൊക്കെ ചിന്തിച്ചാൽ ഇതിൽ വലിയ പ്രശ്നങ്ങളില്ല.